അടുത്ത് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ലൂമിനറീസിന് ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. ലൂമിനറീസിന് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ഗ്രാഫ് വരച്ചേക്കണതാണ്, പോളാർ കോർഡിനേറ്റ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 360 ഡിഗ്രി വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ വരച്ചേക്കണതാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ലൂമിനറീസ് നമ്മുടെ ലൈറ്റ് ഫിക്സ്റ്റേഴ്സിന് അവരുടെ കാറ്റലോഗ് എടുത്ത് നോക്കുമ്പോൾ നമ്മളിനിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പോളാർ ഗ്രാഫ് വെച്ചാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ സെൻറ്ററിലുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഏത് ദിശയിലേക്കാണ്, ഇപ്പോൾ ലൈറ്റ് നിൽക്കുന്ന ഏത് ദിശയിലേക്കാണ് കൂടുതൽ വെട്ടം വന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളതിൽ കാണാം 0 ഡിഗ്രി എന്ന് എഴുതിയ ആ ഭാഗത്തേക്കാണ് കൂടുതൽ ലെങ്ത്ത് വരുന്നത്, ആ ഗ്രാഫ് കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. നേരെ മറിച്ച് മറ്റേ അതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ 100 ഡിഗ്രി അല്ലെ 200 300 180 എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി പോകുന്ന ആ ഭാഗത്തേക്കൊന്നും ഇതിനത്ര ഡിസ്റ്റൻസ് കാണുന്നില്ല. അതായത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ ഏതൊക്കെ ഡയറക്ഷനിലേക്ക് ഇത് പോകുന്നു എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇതിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഫ്രം എ ലൂമിനർ ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് ഓഫൺ ഡിഫൈൻഡ് ബൈ എ കർവ് പോളാർ ഗ്രാഫ് വെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ റെപ്രസെൻറ്റ് ആനുവൽ പവർ അല്ലെങ്കിൽ ഇൻ ദാറ്റ് ഡയറക്ഷൻ. അതായത് അവിടെയാണ് മാക്സിമം എത്രത്തോളം പോകുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടാനാണ് ആ ഒരു ഗ്രാഫ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒരു ലൈറ്റ് ഫിക്സ്റ്റേഴ്സിൻ്റെ ഇതിൽ എന്തായാലും നമുക്ക് കാണാം, അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മൾ കാറ്റലോഗ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണാം നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പേപ്പറിൻ്റെ അകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കാണാം. ന്യൂസ് പേപ്പറിലൊരു ഇതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കർവ് സെലക്ട് ചെയ്യാത്തതിൻ്റെ കുഴപ്പം. ആ ഭാഗത്തേക്ക് ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് വരുന്നു, എന്നിട്ട് നമുക്ക് ഒരു ഗ്ലെയർ പോലെ വരുന്നിട്ട് അവിടെ ഒരു കോൺട്രാസ്റ്റ് വന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ കർവുകൾ തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ നേരത്തെ കണ്ട ഗ്ലെയറിന് വെയിലിംഗ് റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലാക്കാൻ ഒരു ഐഡിയ വരും. ഇതിപ്പോൾ ഇതിലൊരു ഫിഗർ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗറും റൈറ്റ് സൈഡിലുള്ള ഫിഗറും തമ്മിലൊരു കമ്പാരിസണാണ് കാണിക്കുന്നത്. അപ്പോൾ 45 ഡിഗ്രി ലെഫ്റ്റ് സൈഡിൽ 16.1 ആണ് പറയുന്നത്. അതിനകത്ത് 45 ഡിഗ്രിയുടെ അകത്തിലാണ് കൂടുതലും നിൽക്കുന്നത്. മറ്റേ രണ്ടാമത്തെ ഫിഗറിൽ 45 ഡിഗ്രിയും കഴിഞ്ഞ് 60 ഡിഗ്രിയുടെ അകത്തും അങ്ങോട്ടൊക്കെ കയറിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 45 ഡിഗ്രിയുടെ അകത്ത് വരുവാണെങ്കിൽ ഹൈ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. ഹൈ എഫിഷ്യൻസി ഈസ് അച്ചീവ്ഡ് ബൈ ഡയറക്റ്റിംഗ് ലൂമിനർ ഔട്ട്പുട്ട് ടു വർക്ക് ബിറ്റ്വീൻ 0 to 45 ഡിഗ്രി. വെർട്ടിക്കലിൽ നിന്ന് 0 to 45 ഡിഗ്രിയാണ് ബെറ്റർ. 45 ഡിഗ്രിയിൽ മുകളിൽ അഥവാ ലൈറ്റ് വരികയാണെങ്കിൽ നമ്മളത് എന്തെങ്കിലും റിഫ്ലക്ഷൻസ് ഒക്കെ വെച്ച് വാൾസിലെത്തിച്ച് എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ പല റിഫ്ലക്ഷൻ കഴിഞ്ഞ ശേഷം വർക്കിംഗ് പ്ലെയിനിലേക്ക് വരാൻ നോക്കണം. അപ്പോൾ 45 ഡിഗ്രിയുടെ അകത്ത് വന്ന് അത് വർക്കിംഗ് പ്ലെയിനിൽ വരുന്നതാണ് നമുക്ക് ഹൈ എഫിഷ്യൻ്റ് എന്ന് പറയുന്ന. അത് വാൾ ലൈറ്റിങ്ങിന് സഫിഷ്യൻ്റ് ആയിരിക്കും, ബട്ട് നമുക്ക് ബാക്കിയെല്ലാത്തിനും വർക്കിംഗ് പ്ലെയിനിലാണല്ലോ മെയിനായിട്ട് വരേണ്ടത്. അപ്പോൾ അതിന് നല്ലതാണ്. ഗ്ലെയർ ഈ പറഞ്ഞ ഗ്ലെയറും മറ്റേ വെയിലിംഗ് റിഫ്ലക്ഷനും വരാണ്ടിരിക്കാൻ ഒരു ഇതുണ്ട്. ഇതൊരു എക്സാമ്പിളാണ്, 32 വാട്ട്സിൻ്റെ ഒരു പ്രിസ്മാറ്റിക് എൻക്ലോഷർ ഒരു ലാമ്പിൻ്റെ എക്സാമ്പിൾ വെച്ചാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കർവിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. 16.1 ബിയുടെ അകത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഹൊറിസോണ്ടൽ ഇലുമിനേഷൻ അബവ് 45 ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി കയറുന്ന ചാൻസ് ഉണ്ട്, ഇൻഎഫിഷ്യൻസി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈറ്റ് ഔട്ട്പുട്ട് മൾട്ടിപ്പിളായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ വർക്കിംഗ് പ്ലെയിനിൽ എത്തുകയില്ല. ഒറിജിനൽ ഇത് ഭയങ്കര ക്ലിയർ വരികയും ചെയ്യും. അപ്പോൾ അത് നല്ലൊരു പ്രവണതയല്ല. പിന്നെ നമുക്ക് പലതരം ലൈറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ ആണ്. ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ വർക്കിംഗ് പ്ലെയിനിലേക്ക്, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന ലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനത്തിലേക്ക് ലൈറ്റ് അടിക്കുന്ന ഒരു സംഭവമാണ് ഡയറക്റ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക ലൈറ്റും ആ ലൂമിനറിയിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റും അല്ലെങ്കിൽ ആ ലൈറ്റ് ഫിക്സറിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റും താഴത്തേക്ക് എത്തുന്നു. അപ്പോൾ കുറച്ച് ലൈറ്റാണ് സീലിങ്ങും വാളും അബ്സോർവ് ചെയ്യുള്ളൂ. അത് ഏറ്റവും ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ലെയറും റിഫ്ലക്ഷൻസും ഒരു പ്രോബ്ലം ആണെങ്കിലും ഇത് കുറച്ചും കൂടി മീൻസ് മാക്സിമം ലൈറ്റ് താഴത്തേക്ക് തന്നെയാണല്ലോ വരുന്നത്. പിന്നെ വേറെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിക്സ്ചർ ടു ഫിക്സ്ചർ ഡിസ്റ്റൻസ് ഇത്തിരി കൂടുതലാണെങ്കിൽ മറ്റേതിൻ്റെ ഷാഡോ ഒക്കെ ഒരു ഫിക്സ്ചറിൻ്റെ ഷാഡോ മറ്റേ ഇടയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത് കാണിച്ചേക്കുന്നത്.
പിന്നെ അതിൽ 0 to 10, 90 to 100 എന്നൊക്കെ എഴുതിയേക്കുന്നത് മുകളിലേക്ക് എത്ര ലൈറ്റ് റിഫ്ലക്റ്റ് ആയി പോകുന്നു, താഴത്തേക്ക് എത്ര ലൈറ്റ് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ 90 to 100% ലൈറ്റ് താഴത്തേക്ക് തന്നെ പോകുന്നത്, 0 to 10% മുകളിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അടുത്ത് കാണിച്ചേക്കുന്നത്. ഇനി ഓരോ ഇതിലും സെയിം ഇത് തന്നെ, സെമി ഇൻഡയറക്റ്റ്, ജനറൽ ഡിഫ്യൂസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, സെമി ഇൻഡയറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസാണ് കാണുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് സംഭവിക്കുന്ന ലൈറ്റിൻ്റെ ശതമാനം താഴത്തേക്കുന്ന ശതമാനം കുറയുന്ന കാണാം നമുക്ക്. ഫസ്റ്റ് എഴുതിയിരിക്കുന്ന 10 to 40%, രണ്ടാമത്തെ പറയുമ്പോൾ സെമി ഇൻഡയറക്റ്റിൽ പറയുമ്പോൾ 10 to 40% ഓഫ് ലൈറ്റ് മുകളിലേക്കും ബാക്കി 60, അതായത് 40% മുകളിലേക്കും 60% താഴത്തേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഡയറക്റ്റ്ലി പോലെ തന്നെയാണ്, പക്ഷേ സ്മോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് മുകളിലേക്ക് സെൻഡ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുത്താനുള്ളൊരു ഒരു സംഭവം. അതായത് ലൈറ്റ് ഒന്ന് ഡിഫ്യൂസ് ചെയ്ത് ഭയങ്കര ബ്രൈറ്റ്നെസ് വേണ്ട, കുറച്ച് കുറയ്ക്കണം എന്നുള്ളൊരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലും വെയിലിംഗ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ കണ്ട നമ്മൾ ആ പേപ്പറിൽ കോൺട്രാസ്റ്റ് പോലത്തെ വന്ന ആ ഒരു ഇഷ്യൂ ഇതിലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത മെത്തേഡ് ജനറൽ ഡിഫ്യൂസാണ്. അപ്പോൾ ഇത് 40 to 60% മുകളിലേക്കും 40 to 60% താഴത്തേക്കും, അല്ലെങ്കിൽ 50-50 എന്ന് വേണമെങ്കിൽ പറയാം. 50 മുകളിലേക്ക് 50 താഴത്തേക്കും. ഓരോ അത് ഈക്വലി എല്ലാ ഡയറക്ഷനിലേക്കും കൊടുക്കുന്നുള്ളത് വേണം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി ലോ വാട്ടേജ് ലാമ്പാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഉണ്ട്, അതിലും ഈ പറഞ്ഞ 40-60 അതാണ് ഈക്വലി അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന സംഭവമാണ്. ജനറൽ ഡിഫ്യൂസിനേക്കാളും ഇതാണ് കുറച്ചും കൂടി 50-50 എന്ന് പറയാൻ പറ്റുന്നത്. ഈക്വലി മുകളിലും താഴത്തേക്കും വിടുന്നു. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ലൈറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഗ്ലെയറിൻ്റെ ഇഷ്യൂസ് വരില്ല. പിന്നെ വെയിലിംഗ് റിഫ്ലക്ഷനും ഷാഡോസൊക്കെ കുറവായിരിക്കും. പിന്നെ സെമി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുമ്പോൾ മാക്സിമം ലൈറ്റ് മുകളിലേക്കാണ് നമ്മൾ വിടുന്നത്, താഴത്തേക്ക് അധികം ലൈറ്റ് വരുന്നില്ല. അപ്പോൾ ഇത് മുകളിൽ സീലിംഗ് തട്ടിയിട്ട് തിരിച്ച് വരുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസി കുറവായിരിക്കും. ഹൈ റിഫ്ലക്റ്റൻസും വൈറ്റ് അങ്ങനത്തെ ഇതിൽ എഫിഷ്യൻസി നല്ല രീതിക്ക് കുറയും. ഇനി അടുത്ത മുകളിലേക്ക് മാത്രം ഇൻഡയറക്റ്റ്. അപ്പോൾ എല്ലാ ലൈറ്റും മുകളിലേക്ക് അടിക്കുന്നു. ഇതിൽ വാൾ റിഫ്ലക്റ്റൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളൊക്കെ വരാം. പിന്നെ ഡയറക്റ്റ് ഗ്ലെയറും വെയിലിംഗ് റിഫ്ലക്ഷൻ ഒന്നും വരില്ല, കാരണം എല്ലാം മുകളിലേക്കാണല്ലോ വിടുന്നത്. ആംബിയൻ ലൈറ്റിങ്, അതായത് നമ്മളിങ്ങനെ ചുമ്മാ ഒരു ലുക്കിനൊക്കെ വേണ്ടിയൊക്കെ ലൈറ്റിങ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ മുകളിലേക്ക് കൂടുതൽ ലൈറ്റ് വിട്ടിട്ട് അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ കണ്ട് കാണാനൊരു ഭംഗി വരുത്തുന്ന പരിപാടി, അതാണ് ആംബിയൻ ലൈറ്റിങ്. ആ ഒരു സെറ്റപ്പിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനോട് തന്നെ ലൈറ്റിംഗ് സിസ്റ്റം പലതരങ്ങളുണ്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ജനറൽ ലൈറ്റിംഗ്, ലോക്കലൈസ്ഡ്, ആംബിയൻറ്റ്, ടാസ്ക് ലൈറ്റിംഗ്, ആക്സെൻറ്റ് ലൈറ്റിംഗ്, ഡെക്കറേറ്റീവ് ലൈറ്റിംഗ്, അങ്ങനെ 6 വിഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കണ നല്ലതായിരിക്കും. അപ്പോൾ ജനറൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് ഫിക്ചേഴ്സ് വരുന്നു. അത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലാണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യുന്നതാണ് ജനറൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ജസ്റ്റ് ഭയങ്കര എഫിഷ്യൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ലൈറ്റ് ഇങ്ങനെ സ്പേസ് ചെയ്ത് വിടുന്നു എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഒരു റൂമിൻ്റെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡോർ ഓപ്പണിങ് ആവുന്ന കാണാം, എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് ഈക്വലി സ്പേസ് ചെയ്തിരുന്നു. ഈ ലോക്കലൈസ്ഡ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില സ്പെസിഫിക് ഏരിയയിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അതായത് നോൺ യൂണിഫോം ആയിട്ട്. ഇപ്പോൾ നേരത്തെ കണ്ട യൂണിഫോം അറേഞ്ച്മെൻറ്റാണ്, ഇത് നോൺ യൂണിഫോം ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. സെർട്ടൈൻ ഏരിയയിൽ ഇപ്പോൾ അതിൻ്റെ അകത്തൊരു വാതിൽ തുറന്ന് തന്നെ ഒരു ഏരിയ കാണിക്കുന്നുണ്ട്, ആ ഭാഗത്ത് ലൈറ്റ് കൂടുതലും ബാക്കിയുള്ളിടത്ത് ലൈറ്റ് കുറവും. അപ്പോൾ അവിടെ നോൺ വർക്ക് ഏരിയാസിൽ അധികം ഇല്ലുമിനേഷൻ കൊടുക്കാതെ ഇരിക്കുന്നു, അധികം ലൈറ്റ് കൊടുക്കാണ്ട് വർക്ക് വരുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ സംഭവം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ റിഫ്ലക്ഷൻ കുറയ്ക്കാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ വെയിലിംഗ് റിഫ്ലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫർണിച്ചറിൽ നിന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് നമ്മൾ ഇന്നൊരു പർട്ടിക്കുലർ സ്ഥലത്ത് ലൈറ്റൊക്കെ ഇട്ട് അവിടെ വർക്ക് ചെയ്യാമെന്നുള്ള തീരുമാനിച്ചിട്ട് പിന്നെ മാറ്റാമെന്ന് ചോദിച്ചാൽ നടക്കില്ല, കാരണം ലൈറ്റൊക്കെ ഓൾറെഡി ഒരു സ്ഥലത്ത് ഫിക്സ് ആയി പോയില്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ ഫാൾ സീലിങ്ങിലാണെങ്കിൽ പറ്റുകയൊക്കെ ചെയ്യും കേട്ടോ, കുറച്ച് വയറൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് വെറുതെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. നേരെ വെച്ചാൽ നേരത്തെ ജനറൽ ലൈറ്റിംഗ് ആണെങ്കിൽ ജസ്റ്റ് യൂണിഫോമിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ വിഷയങ്ങൾ ഉണ്ടാവില്ല, സെയിം റിസൾട്ടായിരിക്കും എവിടെ വെച്ചാലും. ഇപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇതിനകത്ത് ഇങ്ങനെ ഫോട്ടോസും നമ്മുടെ
ശില്പങ്ങളൊക്കെ കുറച്ച് ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. അതാണ് അതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഗ്ലെയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ആവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മെയിനായിട്ട് ആംബിയൻ ലൈറ്റിംഗ് കൊണ്ട് നോക്കുക, ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ലുക്കിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഇലുമിനേഷൻ ലെവൽ 1/3 ഓഫ് ദ മെയിൻ ലൈറ്റിനെ, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്ന മെയിൻ ലൈറ്റാണെന്ന് വിചാരിക്കുക. മെയിൻ ലൈറ്റ് ആംബിയൻ ലൈറ്റിംഗ് നോക്കുമ്പോൾ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ പ്രകാശം കുറവായിരിക്കണം, എങ്കിലാണല്ലോ അത് ഡിഫറെൻറ്റ് ലുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ മെയിൻ ലൈറ്റിൻ്റെ അതേ പ്രകാശം വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാർട്ടായിട്ട് നോക്കാം. ടാസ്ക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി, ഓഫീസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിംഗ് പ്ലേൻ, ഡൈനിങ് ടേബിളിൽ ഒരു എക്സാമ്പിൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആണ് ടാസ്ക് ലൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഫിക്സ്ചേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലെയറും അങ്ങനത്തെ കേസുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഡാർക്ക് സറൗണ്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇലുമിനേഷൻ ഇതൊക്കെ കൊടുക്കണം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ ലൂമിനറീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതൊരു ആംബിയൻ പ്ലസ് ടാസ്ക് ലൈറ്റിംഗ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ടാസ്ക് പ്ലസ് ആംബിയൻ ലൈറ്റിംഗ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ. കാരണം അത് ലെസ് എനർജി യൂസ് ചെയ്ത് ഹയസ്റ്റ് ക്വാളിറ്റി ലൈറ്റിംഗ് തരാനുള്ളൊരു മാതൃകയുണ്ട്. പിന്നെ ആക്ഷൻ ലൈറ്റിംഗ് ആണ് അടുത്ത് വരുന്നത്. ഈ ആക്ഷൻ ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നത് ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്. ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന അനുസരിച്ച് നമുക്കൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോഴാണ്. അപ്പോൾ സറൗണ്ടിങ് ലൈറ്റിനേക്കാൾ ഒരു 10 times ഹയർ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഒരു ലുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ അത് നമുക്കിവിടെ ഫോട്ടോയിൽ തന്നെ കാണാം. നമ്മുടെ മ്യൂസിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ അകത്തൊരു ട്രാക്ക് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷോറൂംസിലും അങ്ങനെ ഇതിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഫോക്കസ് കൺട്രോൾ ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ മോൾസിൽ ഇതൊക്കെ പോകുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റാണ്, ഷോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റാണ്. നമുക്ക് പിന്നെ ഡെക്കറേറ്റീവ് ലൈറ്റിംഗ് ആണുള്ളത്. ഡെക്കറേറ്റീവ് ലൈറ്റിംഗ് അറിയാമല്ലോ നമുക്ക്, ഷാൻഡ്ലിയർ പോലത്തെ തൂക്കുവിളക്കുകളില്ലേ, അപ്പോൾ അങ്ങനത്തെയുള്ള സാധനങ്ങളാണ് ഈ ഭാഗത്ത് പെടുന്നത്. നമുക്ക് ആ ഒരു മൊത്തത്തിലൊരു ലുക്ക് വരുത്താൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് അതിൽ ഉദ്ദേശിച്ചേക്കുന്നത്.